എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബട്ടർ മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിന് മുൻപ് ഒരു മാർബിൾ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ബട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് അളവ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 3 മുട്ട വേണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കാം. വെള്ളയും മഞ്ഞയും നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചേർത്താലും മതി. അത് ഞാൻ എങ്ങനെയാണെന്ന് വഴി പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇലക്ട്രിക് ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കോ എടുക്കാവുന്നതാണ്. മിക്സിയിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ട് വരില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സി എടുക്കാം. അപ്പോൾ മുട്ട നിങ്ങൾക്ക് ഒരുമിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഒന്ന് ബീറ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/4 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ, അതായത് പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ടിയായിട്ട് വരും. തരികളുള്ള പഞ്ചസാര തന്നെ ഇതിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണത് നന്നായിട്ട് കട്ടിയായിട്ട് വരിക. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ആദ്യം തന്നെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബ്ലേഡ് ക്ലീൻ ആയിരിക്കണം ഇത് ബീറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ബട്ടർ വേണം. നമ്മളിവിടെ 200 ഗ്രാം ഉപ്പില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക. ഉപ്പുള്ള ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. നിങ്ങൾക്ക് പൊടിച്ചിട്ടും പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. ഇവിടെ ഞാൻ വളരെ ചെറിയ തരികളായതുകൊണ്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തിട്ടാണ് അലിച്ചെടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി മുട്ടയുടെ മഞ്ഞ ചേർക്കാം. ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മുഴുവനുള്ള മുട്ട ഓരോന്ന് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചും ബീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. മൂന്ന് മുട്ടയും ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മറക്കാതെ ചേർക്കുക. അതുപോലെ മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോഴാണ് മുട്ടയുടെ സ്മെല്ലൊന്നും ഇതിൽ വരാതിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 മില്ലിയുടെ 1 കപ്പാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത് 1/8 ടീസ്പൂണാണ് 1 നുള്ളെന്ന് പറയുന്നത്. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്ത ഒരുപാട് കേക്കിൻ്റെ റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ എഗ് മിക്സിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ബട്ടർ കേക്കിൻ്റെ ബാറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ലൂസായിരിക്കത്തില്ല, കുറച്ച് കട്ടിയിലായിരിക്കും. അത് കുഴപ്പമില്ല, നമ്മൾ കേക്ക് ബേക്കായി വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആവും. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 2 or 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ പാല് കൂടി ഇടവിട്ട് ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അവസാനത്തെ മൈദയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ചേർക്കുമ്പോൾ ഒരുപാട് ഇട്ടങ്ങ് അതിൻ്റെ ഫ്ലഫ്നെസ് കളയരുത്. അപ്പോൾ നല്ല ലൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുക്കറോ അതുപോലെ തന്നെ ഓവനോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മാർബിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് 2 തവി ബാറ്ററും അതുപോലെ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇടവിട്ട് നമുക്ക് ഈ വാനിലയും ചോക്ലേറ്റും കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതുപോലെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് മാർബിൾ കേക്കാണ്. അപ്പോൾ ഒരു മാർബിൾ ഡിസൈൻ വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീബ്ര കേക്കാണെങ്കിൽ ഇങ്ങനെയല്ല. അത് എൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഒരു സ്ക്യൂവർ സ്റ്റിക്ക് വെച്ചിട്ടോ ഒരു ഈർക്കിൽ വെച്ചിട്ടോ ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിലേക്കൊരു മാർബിൾ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് കുക്കറോ വലിയ പാത്രമോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തട്ടിക്കൊടുത്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ 180 ഡിഗ്രിയിൽ
30 മുതൽ 45 മിനിറ്റ് വരെയാണ് അത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം 30 മിനിറ്റ് വെച്ച് കൊടുത്തു, അതിനുശേഷം ചെക്ക് ചെയ്തിട്ട് വീണ്ടും 15 മിനിറ്റ് കൂടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ ബട്ടർ പേപ്പർ തീർന്നുപോയി. അപ്പോൾ നമുക്കിത് കുറച്ച് തണുത്തതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കാം. ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇളകി കിട്ടും. ഈ കേക്ക് അടുത്ത ദിവസം ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരാം. അപ്പോൾ എല്ലാവരുടെയും ടെസ്റ്റിമോണിയൽ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്